അമ്പലങ്ങൾ എവിടെ നിന്നും എങ്ങോട്ട് പോകുന്നു? കാലത്തിലൂടെ ഒരു യാത്ര. ഗുണങ്ങൾ, ദോഷങ്ങൾ, പരാധീനതകൾ, പരിമിതികൾ. മാറുന്ന കാലം. നിലവിലെ ഗതിയിൽ അമ്പലങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നുള്ളത് മാറി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നായി തീരുമ്പോൾ അവയുടെ അധപ്പതനം കാലക്രമേണ സംഭവിക്കും. തുടക്കത്തിൽ ഭക്തരുടെ അധപ്പതനത്തിനും അതിനുശേഷം അമ്പലത്തിൻ്റെ തന്നെ വീഴ്ചയ്ക്കും അത് കാരണമാകും. ഇക്കാലത്തെ അമ്പലങ്ങൾ ആചാരങ്ങൾ പണത്തെ ആസ്പദമാക്കിയതിനാൽ കൂടുതൽ ആൾക്കാർ വരണം, കൂടുതൽ പകിട്ടിൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള നിലയിലാണ്. പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ആത്മീയതയും ഭക്തിയും ഉയർത്തുന്നതിലായിരുന്നു പ്രത്യേക ശ്രദ്ധ. ഹിന്ദു സംസ്കാരത്തിൻ്റെ വളർച്ചയും കല, പാരമ്പര്യം എന്നിവ സമൂഹത്തിൻ്റെ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്നതിൽ പ്രയോജനപ്പെട്ടു. മതപരമായ ചടങ്ങുകളിൽ ക്ഷേത്രങ്ങൾ ജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരികയും അനുഭവങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുകയും ഉത്സവങ്ങൾ ഒന്നിച്ചാഘോഷിക്കുകയും ആവശ്യമായ ഘട്ടങ്ങളിൽ പരസ്പരം സഹായിക്കുകയും ക്ഷേത്രങ്ങൾ കലയുടെയും സംസ്കാരത്തിൻ്റെയും പാരമ്പര്യ സൂചകങ്ങൾ ആയി നിലകൊണ്ടിരുന്നു. ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞുമാറി അവർ മനഃശാന്തി കൈവരിക്കാൻ ആൾക്കാർക്കുതകുന്ന സംവിധാനങ്ങളായി നിലകൊണ്ടു. ധാർമ്മികത, സദാചാരത, അതുപോലെ തന്നെ വിനയം, അനുകമ്പ തുടങ്ങിയ സദ്ഗുണങ്ങളിലും ആൾക്കാരിൽ വളർത്തിയെടുക്കാൻ ക്ഷേത്രങ്ങൾ പ്രത്യേകം. അതൊക്കെ പഴയ കാലം. ഇക്കാലം മതത്തിൻ്റെ വ്യാവസായീകരണ കാലമാണ്. ഈ കാലത്ത് പല അമ്പലങ്ങളും അതിൻ്റെ പാതയിലുമാണ്. പുതിയ ആചാരങ്ങളും ദർശനങ്ങൾക്ക് പ്രത്യേക തുകയും ആത്മീയത ചോർത്തിക്കളയുന്നു. ചില വലിയ അമ്പലങ്ങളിൽ അവയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനേക്കാൾ വളരെ കൂടുതൽ ആൾക്കാർ എത്തിച്ചേരുന്നു. ശാന്തമായ ധ്യാനാത്മകമായ അന്തരീക്ഷത്തിന് ഭംഗം വരുത്തുന്നു. അമ്പലങ്ങൾ അമിതമായ ഊന്നൽ പുതിയ ആചാരങ്ങളിലേക്ക് കൊടുക്കുന്നു. ഇത് ഹൈന്ദവ ആത്മീയതയിൽ നിന്നും ക്ഷേത്രങ്ങളെ അകറ്റുന്നു. വിനയം, ആർദ്രത തുടങ്ങിയ സദ്ഗുണങ്ങളുടെ മേൽ കരിനിഴൽ വീഴ്ത്തുന്നു. അമ്പലങ്ങളുടെ വ്യാവസായീകരണം, ആചരണങ്ങൾ, ദർശനങ്ങൾ, പ്രത്യേക പൂജകൾക്ക് ഉയർന്ന തുക ഈടാക്കുകയും ചെയ്യുമ്പോൾ ശരിയായ ഭക്തിയുടെ തലത്തിൽ നിന്നും താണ് കച്ചവടമായി പോകുന്നു. അമ്പലത്തിലെ പണം കൈകാര്യം ചെയ്യുന്നതിലെ സുതാര്യത ഇല്ലായ്മയും ആചരണങ്ങൾക്ക് വളരെ ഉയർന്ന ഫീസ് തുകകൾ വാങ്ങുന്നതും സംശയാസ്പദം തന്നെയാണ്. പല കാര്യങ്ങളിലും ക്ഷേത്ര ഭരണകർത്താക്കളുടെ, പൂജാരിമാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, സംഘർഷങ്ങൾ എന്നിവ ആത്മീയത ചോർത്തിക്കളയുന്നു, ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്നു. ക്രമാതീതമായ തുകകൾ ആചരണത്തിനും ദർശനത്തിനും പൂജകൾക്കും നൽകേണ്ടി വന്നേക്കാം. നിസ്വാർത്ഥ സേവനം മോഹം കൊണ്ടല്ല. അമ്പലത്തിന് വേണ്ടി പുനരുദ്ധാരണം, പുതുക്കൽ എന്നിവയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് കൈപ്പറ്റുന്ന തുകകൾ പറഞ്ഞിരുന്നതുപോലെ ചെയ്യാതെ വകമാറ്റി ചെലവാക്കാം. വ്യാജ ആത്മീയ ഗുരുക്കന്മാരും അമ്പലങ്ങളും കൂടി സഹകരിച്ച് പ്രവർത്തിച്ചേക്കാം. അവർ ഭക്തരുടെ ഭക്തിയെ ചൂഷണം ചെയ്തേക്കാം. അന്ധമായ ഭക്തരുടെ വിശ്വാസങ്ങളെ കൃത്രിമം കാണിച്ച് ചൂഷണം ചെയ്തേക്കാം. നടന്നേക്കാം എന്ന് പറയുമ്പോൾ എല്ലാ അമ്പലങ്ങളിലും നടക്കുന്നില്ല. പക്ഷേ ഒരു 30 മുതൽ 50% വരെ അമ്പലങ്ങളിൽ ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഈ രീതിയിൽ നടക്കുന്നുണ്ട്. പഴയകാല ഗ്രാമങ്ങളിൽ ഗ്രാമത്തിന് നടുക്കായിട്ടാണ് അമ്പലങ്ങൾ പലപ്പോഴും കാണപ്പെട്ടിരുന്നത്. അമ്പലത്തെ ചുറ്റിപ്പറ്റി ഗ്രാമം വളർന്നു. എപ്പോഴൊക്കെ ആത്മീയ ശക്തി ക്ഷയം ഉണ്ടായോ അപ്പോഴൊക്കെ ആൾക്കാർ അമ്പലത്തിൽ പോവുകയും ആശ്രയിക്കുകയും ശക്തി തിരിച്ചു നേടുകയും ചെയ്തിരുന്നു. അതിന് അവിടുത്തെ ചൈതന്യത്തിന് ശക്തി ഉണ്ടാവണം. പുറമോടിയിലെ കാര്യങ്ങൾ ക്ഷേത്രത്തിലേക്ക് വ്യാപിപ്പിക്കുമ്പോൾ ദേവൻ്റെ ശക്തി ക്ഷയിപ്പിക്കുന്ന ചില കാര്യങ്ങളും അറിഞ്ഞും അറിയാതെയും മനഃപൂർവ്വവും അല്ലാതെയും സംഭവിക്കുന്നു. ഇതൊക്കെ തന്നെ വലിയ സാമ്രാജ്യങ്ങൾ അറിവും ബോധവും പ്രാപ്തിയുമില്ലാത്ത ആൾക്കാരുടെ കെടുകാര്യസ്ഥത കൊണ്ട് തകർന്നതുപോലെ അമ്പലങ്ങളെയും തകർക്കും എന്നുള്ളത് ഉദാഹരണത്തിന് അടുത്തിടെ കേരളത്തിൻ്റെ ഒരു പ്രശസ്തമായ മഹാക്ഷേത്രത്തിൻ്റെ താഴികക്കുടം താഴെ ഇറക്കിയിട്ട് 9 വർഷമാകുമ്പോൾ താഴികക്കുടം വേണോ, ആവശ്യമോ അനാവശ്യമോ ചോദ്യങ്ങളായി തന്നെ ഇപ്പോഴും അവശേഷിക്കുന്നു. ഒന്നുറപ്പാണ്, ക്ഷേത്രങ്ങൾ ഈ രീതിയിൽ നഷ്ടപ്പെട്ടാൽ മനുഷ്യകുലത്തിന് തന്നെ വലിയ നഷ്ടമാണ്. ജീവജാലങ്ങൾക്കെല്ലാം സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണും വരെ നന്ദി, നമസ്തേ.